ശുംശുഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ ഒരു ചരിത്ര വിചാരം, പാഠവും പൊരുളും വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മളുടെ തുടരുകയാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 12-ാം പാദമാണ്. ഇന്നലെ വരെ നമ്മൾ പഠിച്ച പാദങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സുമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കേട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അത് ഉറപ്പ് വരുത്താനായിട്ട് വേണ്ടിയാണ് വീണ്ടും വീണ്ടും നിങ്ങളോട് ചോദിക്കുകയും പറയുകയും ചെയ്യുക. അതുപോലെ തന്നെ വർത്തമാന പുസ്തകത്തിൻ്റെ പാഠഭാഗങ്ങൾ വായിക്കുകയും ചെയ്യുമല്ലോ. 12-ാം പാദം കിടക്കുന്നത് 100-ാമത്തെ പേജ് മുതൽ 104-ാമത്തെ പേജ് വരെയാണ് 12-ാമത്തെ പാദം കിടക്കുക. അപ്പോൾ ആ കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം. അത് നിങ്ങൾ വായിക്കുകയും ചെയ്യണമെന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഒരു നിമിഷം പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം. നല്ലവനായ ഈശോയെ, ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങളിൽ സമൃദ്ധമായി ചൊരിയണമേ. ഞങ്ങളുടെ സഭയെക്കുറിച്ച് പഠിച്ചു വരുന്ന ഞങ്ങളുടെ പഠന പരമ്പരയെ കൂടുതലായിട്ട് അനുഗ്രഹിക്കണമേ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരെയും ഇത് നടത്തുന്നവരെയും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഈശോയെ ഇതിൻ്റെ പരിപൂർണമായ സംരക്ഷണത്തിന് ഭരമേൽപ്പിക്കുന്നു. സഭയെക്കുറിച്ചും സഭയുടെ തീക്ഷ്ണമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആദ്യകാലത്ത് സഭയിലുണ്ടായിരുന്ന, പ്രത്യേകിച്ച് വ്യക്തിസഭ എന്ന നിലയിൽ സീറോ മലബാർ സഭ അനുഭവിച്ച കടന്നുപോയ എല്ലാ വിഷമതകളും അതിന് നേതൃത്വം നൽകിയ സഭയെ സ്നേഹിച്ച ധീരരായ പൂർവികരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ദാവീദ് മനസ്സിലാക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനുമുള്ള കൃപയും സഭയെ സ്നേഹിച്ചുകൊണ്ട് ഒരു സമുദായ ശക്തിയായി തീരുവാനായിട്ടുള്ള വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, ഇന്നത്തെ ക്ലാസ്സിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ 12-ാം പാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 13-ാമത്തെ ക്ലാസ്സാണ് എന്ന കാര്യം ഓർക്കുമല്ലോ. സുറിയാനി ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു ഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന വർത്തമാന പുസ്തകത്തിലെ 12-ാമത്തെ പാദമാണ് നമ്മൾ പഠന വിധേയമാക്കുക. കരിയാറ്റിൽ മൽപ്പാൻ്റെ നിരണം യാത്രയും സാലസ് മെത്രാൻ്റെ നിലപാടുകളും ഈ ഭാഗത്ത് പ്രധാനമായും കൈകാര്യം ചെയ്യുന്ന മറ്റു കാര്യങ്ങളും ഇതാണ്. മാർത്തോമ മെത്രാൻ്റെ സഭ പുനരൈക്യ ശ്രമങ്ങളെയും അതിനോടുള്ള വിദേശി മെത്രാൻ്റെ നിഷേധാത്മകമായ നിലപാടിനെയുമാണ് ഇവിടെ പ്രത്യേകമായി നമ്മൾ കാണുക. ഇതിന് 5 പ്രധാനപ്പെട്ട പോയിൻറ്റുകളായിട്ടാണ് വിവരിക്കുക. 1. കരിയാറ്റിൽ മൽപ്പാൻ്റെ വിനയപൂർവമായ ഇടപെടൽ. സാലസ് മെത്രാൻ്റെ മുൻവിധികളോട് മൽപ്പാൻ വിയോജിച്ചിരുന്നുവെങ്കിലും സഭാധികാരത്തോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് വിനയത്തോടും നീതിമര്യാദയോടും കൂടിയാണ് അദ്ദേഹം നിരണത്ത് മാർത്തോമ മെത്രാനെ കാണാൻ പോയത്. വ്യക്തിപരമായ മത്സര്യങ്ങളെക്കാൾ സഭയുടെ ഐക്യത്തിനാണ് മൽപ്പാൻ മുൻഗണന നൽകിയത്. 2-ാമത്തെ കാര്യം, മാർത്തോമ മെത്രാൻ്റെ സഭാപ്രവേശന മോഹം. മാർത്തോമ മെത്രാൻ തൻ്റെ വിശ്വാസപരമായ സംശയങ്ങൾ മൽപ്പാനോട് ചോദിച്ചു മനസ്സിലാക്കുകയും കത്തോലിക്കാ സഭയിൽ ചേരാനുള്ള തൻ്റെ ആഗ്രഹം അറിയിക്കുകയും ചെയ്തു. നുറുങ്ങിയ മനസ്സോടെ അദ്ദേഹം നടത്തിയ അപേക്ഷ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ വെളിപ്പെടുത്തുന്നു. കരിയാറ്റിൽ മൽപ്പാൻ്റെ ഉറച്ച വാഗ്ദാനം. മെത്രാൻ്റെ അപേക്ഷ സാലസ് മെത്രാൻ നിരസിച്ചാൽ പോലും താൻ പിന്മാറില്ലെന്ന് മൽപ്പാൻ ഉറപ്പ് നൽകി. ആവശ്യമെങ്കിൽ തൻ്റെ ആയുസ് ബലിയർപ്പിക്കാനും വീണ്ടും റോമ വരെ യാത്ര ചെയ്ത് ഈ പുനരൈക്യം സാധ്യമാക്കാനും താൻ സന്നദ്ധനാണെന്ന് അദ്ദേഹം വാക്കു നൽകി. 4-ാമത്തെ കാര്യം, സാലസ് മെത്രാൻ്റെ കുടില തന്ത്രങ്ങളും നിബന്ധനകളും. പുനരൈക്യ ശ്രമങ്ങളെ തുരങ്കം വയ്ക്കാൻ സാലസ് മെത്രാൻ വിചിത്രമായ നിബന്ധനകൾ മുന്നോട്ട് വച്ചു. മാർത്തോമ മെത്രാൻ കത്തോലിക്കാ സഭയിൽ ചേരണമെങ്കിൽ മെത്രാൻ സ്ഥാനം ഒഴിയണമെന്നും അല്ലെങ്കിൽ നാട് വിട്ട് യൂറോപ്പിലേക്ക് പോകണമെന്നും അദ്ദേഹം ശഠിച്ചു. ഇത് സുവിശേഷ വിരുദ്ധവും അധികാരമോഹം മൂലമുള്ളതുമാണ് എന്ന് കരിയാറ്റിൽ മൽപ്പാൻ വിലയിരുത്തുന്നു.
അഞ്ചാമത്തെ പോയിൻ്റ് ഇതാണ്: വിദേശി ആധിപത്യം, തദ്ദേശീയരോടുള്ള അവഗണന. ബഹുമാന്യനായ കുഞ്ഞിപ്പത്തരകനെ അസഭ്യം പറഞ്ഞ് അപമാനിച്ച സാലസ് മെത്രാൻ്റെ നടപടി അക്കാലത്തെ വിദേശി മെത്രാന്മാരുടെ വംശീയമായ വിവേചനത്തെ തുറന്നു കാട്ടുന്നു. സ്വന്തം സമുദായത്തിലെ പ്രമുഖരേക്കാൾ വില കുറഞ്ഞ വിദേശികൾക്ക് ഇവർ കൽപ്പിച്ചിരുന്ന പ്രാധാന്യം സമുദായത്തിന് വലിയ മനക്ലേശം ഉണ്ടാക്കി. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. പ്രാർത്ഥനാപൂർവം നമ്മൾ സഭയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് പ്രത്യേകമായി ശ്രമിക്കാം. എല്ലാ ക്ലാസ്സിലും ആദ്യവും അവസാനം സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: വർത്തമാന പുസ്തകം ഇതിനോടൊപ്പം നിങ്ങൾ വായിക്കണമെന്ന്. അതുകൊണ്ടാണ് പുസ്തകത്തിലെ ഓരോ പാദങ്ങളും ആ പാദങ്ങളുടെ പേജ് നമ്പരൊക്കെ കൃത്യമായി പറയുക. ഇനി നമുക്ക് ചോദ്യ ഉത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. സാലസ് മെത്രാൻ്റെ നിർദ്ദേശങ്ങൾ കേട്ടിട്ടും കരിയാറ്റിൽ മൽപ്പാൻ എങ്ങനെയാണ് നിരണത്തേക്ക് പുറപ്പെട്ടത്? മാർത്തോമ മെത്രാനെ കാണുമ്പോൾ നീതിമര്യാദയ്ക്കും വിനയത്തിനും ചേർന്ന വിധം പെരുമാറണമെന്ന ഉറച്ച തീരുമാനത്തോടെയാണ് മൽപ്പാൻ പുറപ്പെട്ടത്. നിരണത്ത് മൽപ്പാൻ ലഭിച്ച സ്വീകരണം എങ്ങനെയുള്ളതായിരുന്നു? മാർത്തോമ മെത്രാൻ മൽപ്പാനെ വേണ്ടവിധം സ്വീകരിക്കുകയും അത്യധികം ബഹുമാനിക്കുകയും ചെയ്തു. മാർത്തോമ മെത്രാൻ മൽപ്പാനോട് ചോദിച്ച പ്രധാന കാര്യങ്ങൾ എന്തായിരുന്നു? സഭയുടെ വിശ്വാസ സത്യങ്ങളിൽ തനിക്കുണ്ടായിരുന്ന സംശയങ്ങൾ ചോദിച്ചു തീർക്കുകയും കത്തോലിക്കാ സഭയിൽ ചേരാനുള്ള വഴി ഉപദേശിച്ചു തരാൻ അപേക്ഷിക്കുകയും ചെയ്തു. പുനരൈക്യത്തിനായി മൽപ്പാൻ നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനമെന്ത്? സാലസ് മെത്രാൻ അപേക്ഷ നിരസിച്ചാൽ അങ്ങേക്കു വേണ്ടി എൻ്റെ ആയുസ് ബലിയർപ്പിക്കാനും റോമിൽ പോയി കാര്യം സാധിച്ചെടുക്കാനും തയ്യാറാണെന്ന് മൽപ്പാൻ ഉറപ്പു നൽകി. മാർത്തോമ മെത്രാൻ്റെ അപേക്ഷ കേട്ടപ്പോൾ സാലസ് മെത്രാൻ മുന്നോട്ട് വെച്ച നിബന്ധന എന്തായിരുന്നു? മെത്രാൻ സ്ഥാനം ഒഴിഞ്ഞ് മറ്റേതെങ്കിലും സ്ഥാനം സ്വീകരിക്കണം, അല്ലെങ്കിൽ മെത്രാൻ സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ യൂറോപ്പിലേക്ക് നാട് വിട്ടു പോകണം. സാലസ് മെത്രാൻ്റെ നിലപാടിനെ ആത്മവഞ്ചന എന്ന് വിളിക്കാൻ കാരണമെന്ത്? മറ്റ് സഭകളിൽ നിന്നോ മതങ്ങളിൽ നിന്നോ വരുന്നവരെ സ്വീകരിക്കണമെന്ന സുവിശേഷ പ്രബോധനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാൽ. തോമ മെത്രാൻ്റെ വിശ്വാസ പാരമ്പര്യത്തെക്കുറിച്ച് മൽപ്പാൻ പറയുന്നത് എന്ത്? അദ്ദേഹം കുറവിലങ്ങാട്ടുള്ള മാന്യനായ കത്തോലിക്കാ കുടുംബത്തിൽ ജനിച്ചവനും കത്തോലിക്ക വിശ്വാസത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് വളർന്നവനുമാണെന്ന്.